Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MCOM ഫസ്റ്റ് സെമസ്റ്ററിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ സീരീസ് ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 സബ്ജക്ട്സിന്റെ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു തിയറി പേപ്പറാണ് മാനേജ്മെന്റ് തിയറി ആൻഡ് ഓർഗനൈസേഷണൽ ബിഹേവിയർ. ഈ ഒരു സബ്ജക്റ്റിന്റെ എൻറ്റയർ ഡീറ്റെയിൽസിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഏതൊക്കെയാണ് എസ്ഐ ചാപ്റ്റേഴ്സ്, എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കാം, പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം MCOM-ന് ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കുകയും ചെയ്യാം. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ എത്രയും പെട്ടെന്ന് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. ഇതാണ് നമ്മുടെ സബ്ജക്റ്റ് മാനേജ്മെന്റ് തിയറി ആൻഡ് ഓർഗനൈസേഷണൽ ബിഹേവിയർ. 5 മൊഡ്യൂളായിട്ട് ആസ് യൂഷ്വൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്പർ 1 ഇൻട്രൊഡക്ഷൻ ടു മാനേജ്മെന്റ്, നമ്പർ 2 ബേസിക് സൈക്കോളജിക്കൽ പ്രോസസ്, നമ്പർ 3 പേഴ്സണാലിറ്റി, നമ്പർ 4 ഡൈനാമിക് ഗ്രൂപ്പ് ഡൈനാമിക്സ് ആൻഡ് ഇന്റർ ഗ്രൂപ്പ് റിലേഷൻഷിപ്പ്, നമ്പർ 5 ഓർഗനൈസേഷണൽ കൾച്ചർ ആൻഡ് ഓർഗനൈസേഷണൽ ഡെവലപ്മെന്റ്. സോ ഇതാണ് 5 മൊഡ്യൂള്. സോ ഈ ഒരു സബ്ജക്റ്റിൽ കഴിഞ്ഞ പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബേസിലൊക്കെ നോക്കുമ്പോൾ, അല്ലെങ്കിൽ അതിനേക്കാൾ മുമ്പുള്ളതിലൊക്കെ നോക്കുമ്പോൾ OB എന്ന് പറയുന്ന ഏരിയാസ് ഉണ്ടെങ്കിലും നമ്മൾ മാനേജ്മെന്റിൽ ബേസിക്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ ബേസിക് ടോപ്പിക്കുകൾ തന്നെ റിപ്പീറ്റ് ആയിട്ട് SAക്കും അതുപോലെ തന്നെ 3 വെയിറ്റേജിനും ഒക്കെ നമ്മൾ കണ്ടുവരാണ് ചെയ്യുന്നത്. മനസ്സിലാവുണ്ടോ? വളരെ കംഫർട്ടബിൾ ആയുള്ള പേപ്പറാണ് ഇതുവരെ ഈ ഒരു സബ്ജക്റ്റിന് വന്നിട്ടുള്ളത്. ഒരുപാട് വായിക്കാനുണ്ടെങ്കിലും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന മാനേജ്മെന്റിൽ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ മാർക്സ് വരുന്ന കുറച്ച് ഏരിയാസ് ഇല്ലേ? ഏതൊക്കെയാ? കമ്മ്യൂണിക്കേഷൻ, ലീഡർഷിപ്പ്, മോട്ടിവേഷൻ, പ്ലാനിങ്, കൺട്രോളിങ്, ഇങ്ങനത്തെ കുറച്ച് ബേസിക്സ് മാനേജ്മെന്റിന്റെ ഈ ഏരിയാസ് തന്നെ റിപ്പീറ്റ് ആയിട്ടാണ് SAക്കും അതുപോലെ തന്നെ 3 വെയിറ്റേജിനും ഒക്കെ കണ്ടുവരുന്നത്. അപ്പോൾ ആ ട്രഡീഷണൽ ഏരിയാസ് നല്ല രീതിയിൽ കവർ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. ആ ഏരിയാസ് ഓരോ മൊഡ്യൂളിൽ നിന്നും പെറുക്കി പഠിക്കുക. അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഹൈ മാർക്സിലോട്ട് എത്തിച്ചേരാൻ സാധിക്കും. ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന കുട്ടികൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ ട്രഡീഷണൽ നമ്മൾ മാനേജ്മെന്റിൽ ഡിഗ്രിക്കൊക്കെ പഠിച്ചിട്ടുള്ള ആ ഏരിയാസ് ബേസിക്സ് കവർ ചെയ്യാൻ ശ്രമിക്കുക. അതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മാർക്സിനുള്ള ചോദ്യങ്ങൾ കണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇനി സ്റ്റാർട്ട് ചെയ്യാം. ഓരോ മൊഡ്യൂളിലും റിപ്പീറ്റ് ആയിട്ട് വരുന്ന ഏരിയാസ് 1 by 1 ആയിട്ട് നോക്കാം കേട്ടോ. ആദ്യത്തെ മൊഡ്യൂൾ ഇൻട്രൊഡക്ഷൻ ടു മാനേജ്മെന്റ് ആണ്. ഈ ഒരു ചാപ്റ്ററിന്റെ ഡീറ്റെയിൽസിലോട്ട് പോകുന്ന സമയത്ത് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് മാനേജ്മെന്റിൽ നടത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിലുണ്ടെങ്കിലും എക്സാമിന് ബേസിക് കാര്യങ്ങൾ എസ്പെഷ്യലി കോൺട്രിബ്യൂഷൻസിൽ ഒരുപാടുണ്ട്. എൽട്ടൺ മയോ ഉണ്ട്, പീറ്റർ എഫ് ഡ്രക്കറിന്റെ കോൺട്രിബ്യൂഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരുണ്ടെങ്കിലും നമ്മൾ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള FW ടൈലറും ഹെൻറി ഫയോളും തന്നെയാണ് ഇപ്പോഴും റിപ്പീറ്റ് ആയിട്ട് എക്സാമിന് ചോദിച്ചു വരുന്നത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ വെറുതെ നോക്കി നേരം കളയരുത്. ഈ 2 ആൾക്കാരുടെ കോൺട്രിബ്യൂഷൻസിലോട്ട് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ ആദ്യം മാനേജ്മെന്റ് എന്താണ്, ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കിയിരിക്കണം. ദെൻ കോൺട്രിബ്യൂഷൻസിൽ നിങ്ങൾ നിർബന്ധമായി നോക്കിയിരിക്കേണ്ടത് FW ടൈലറും ഹെൻറി ഫയോളാണ്. ടൈലറിന്റെ സയന്റിഫിക് മാനേജ്മെന്റ്, അതിന്റെ ഫീച്ചേഴ്സ് കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാമിന് 3 വെയിറ്റേജിനെങ്കിലും ചോദിച്ചതാണ്. അതുപോലെ തന്നെ ഫയോളും നല്ല രീതിയിൽ പഠിച്ചിരിക്കണം. ഈ 2 പേരുടെ കോൺട്രിബ്യൂഷൻസ് ആണ് സാധാരണ ചോദിക്കാറ്. അതിനുശേഷം മോഡേൺ കോൺട്രിബ്യൂഷൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ടേമുകളുണ്ട്. ആ ടേമുകളിൽ 1 or 2 വെയിറ്റേജിനെ മിക്ക പേപ്പറുകളിലും റിപ്പീറ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. അതിലോട്ടാണ് നമുക്ക് നെക്സ്റ്റ് പോകേണ്ടത്. ആദ്യത്തെയാണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്. നിർബന്ധമായും 2 വെയിറ്റേജിനെ പഠിച്ചിരിക്കണം, റിപ്പീറ്റ് ആണ്. ദെൻ അതിന്റെ ബെനിഫിറ്റ്സ് ഉണ്ട് നോക്കാം. അതുപോലെ തന്നെ ക്വാളിറ്റി സർക്കിൾ എന്താണ്, 2 വെയിറ്റേജ് ചോദ്യം. 6 സിഗ്മ എന്താണ്, 2 വെയിറ്റേജ്. കൈസൺ 2 വെയിറ്റേജ്. ബെഞ്ച് മാർക്കിംഗ് 2 വെയിറ്റേജ്.
കോർ കോമ്പിറ്റൻസ് 2 വെയിറ്റേജ്. ഇത്ര ചോദ്യങ്ങളിലെ ഏതെങ്കിലും ഒന്നോ രണ്ടോ 2 വെയിറ്റേജിന്റെ റിപ്പീറ്റ് ആയിട്ട് വരുന്നതാണ്, നിർബന്ധമായും പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ ബോട്ടം പിരമിഡ് അപ്രോച്ച് ആണ് നെക്സ്റ്റ് വരുന്നത്, അത്രയ്ക്ക് റിപ്പീറ്റ് അല്ല, വേണമെങ്കിൽ എന്താണെന്ന് നോക്കാം. അതുപോലെ തന്നെ MDP എന്താന്നുള്ളതും നോക്കി വയ്ക്കുക കേട്ടോ. 2 വെയിറ്റേജിനെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ഫസ്റ്റ് മൊഡ്യൂളിൽ റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നിട്ടുള്ള ആദ്യത്തെ പോർഷൻ. ദെൻ പിന്നെ OBനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ബേസിക് കാര്യങ്ങളാണ്. സോ അത് നമുക്ക് 2 വെയിറ്റേജിലും 3 വെയിറ്റേജിലും ആണ് കണ്ടുവന്നിട്ടുള്ളത്. എന്താണ് OB? 2 വെയിറ്റേജിനിൽ പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ്, പഠിച്ചിരിക്കണം, നിർബന്ധമായും പഠിക്കണം. ദെൻ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് OB പഠിച്ചിരിക്കണം, നമുക്ക് അതിന് നീഡ് ഉണ്ട്. അതിലേതെങ്കിലും ഈ പറഞ്ഞ സ്കോപ്പ് അതുപോലെ തന്നെ നീഡ് ഇതൊക്കെ ഏതെങ്കിലും 3 വെയിറ്റേജിൻ്റെ ഒരു ചോദ്യമായിട്ടാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ചലഞ്ചസ് ഫോർ OB ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം OBനെ റിലേറ്റ് ചെയ്തിട്ടുള്ള അതിൻ്റെ സ്കോപ്പ്, ഫങ്ഷൻസ്, നീഡ്, ചലഞ്ചസ് അതിലേതെങ്കിലും ഒരെണ്ണം നമ്മൾ 3 വെയിറ്റേജിൻ്റെ ഒരു ചോദ്യമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ രീതിയിൽ കാണാം. ദെൻ നെക്സ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് ആണ് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോയിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് മൊഡ്യൂൾ നമ്പർ 1 കാണാനുള്ളത്. അപ്പോൾ മൊഡ്യൂൾ നമ്പർ 1 നിന്ന് നമ്മൾ 2 വെയിറ്റേജിൻ്റെ ആ TQM, ബെഞ്ച് മാർക്കിംഗ്, കോർ കോമ്പിറ്റൻസ്, ക്വാളിറ്റി സർക്കിൾ, കൈസൺ അങ്ങനത്തെ കുറച്ച് ടേമുകൾ പറഞ്ഞതിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ നമുക്ക് പ്രതീക്ഷിക്കാം 2 വെയിറ്റേജ്. അതുപോലെ തന്നെ ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്താണെന്നുള്ള പ്രതീക്ഷിക്കാം. മാനേജ്മെൻറ്റിൻ്റെ കോൺട്രിബ്യൂഷനിൽ FW ടൈലറും അതുപോലെ തന്നെ സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ ആ ഒരു ഫീച്ചേഴ്സ്, ദെൻ അതുപോലെ തന്നെ ഹെൻറി ഫയോളിൻ്റെ കോൺട്രിബ്യൂഷൻസിലോട്ടും കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കുക. പിന്നെ OB എന്താണ് അതിൻ്റെ ഞാൻ ലാസ്റ്റ് പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ ഈ രീതിയിലാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് ചോദ്യങ്ങൾ കണ്ടുവരാറ്. ഓക്കെ, മൂവിങ് ടു മൊഡ്യൂൾ നമ്പർ 2, ബേസിക് സൈക്കോളജിക്കൽ പ്രോസസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൊഡ്യൂളാണ്. ഇതിൽ ഈ പറയുന്ന മോട്ടിവേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. SA 2 വെയിറ്റേജ് ഒക്കെ ചോദിക്കുന്ന ഒരു മൊഡ്യൂളാണ്. അപ്പോൾ അതിൽ ആദ്യം ബേസിക് സൈക്കോളജിക്കൽ പ്രോസസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നേരെ പോകേണ്ടത് പെർസെപ്ഷനിലോട്ടാണ്. 2 വെയിറ്റേജിലെ പെർസെപ്ഷൻ എന്താണെന്ന് ചോദിക്കാറുണ്ട്, അതല്ലെങ്കിൽ പെർസെപ്ഷനെ റിലേറ്റ് ചെയ്തുള്ള ഒരു ചോദ്യം 3 വെയിറ്റേജിനും പ്രതീക്ഷിക്കാം. അപ്പം എന്താണ് പെർസെപ്ഷൻ നോക്കി വെക്കുക. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പെർസെപ്ഷൻ 3 വെയിറ്റേജിൻ്റെ നമുക്ക് പ്രതീക്ഷിക്കാം, നിർബന്ധമായും നോക്കിയിരിക്കണം. ദെൻ ആട്രിബ്യൂഷൻ തിയറി എന്താണ് 2 വെയിറ്റേജിന് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് ലേണിംഗ് തിയറി ആണ്. എന്താണ് ലേണിംഗ് തിയറി നോക്കാം. അതിൽ ലേണിംഗ് തിയറിയിൽ ഏതെങ്കിലും ഒരു തിയറി നമുക്ക് 2 വെയിറ്റേജിനിൽ, ഇപ്പോൾ കോഗ്നേറ്റീവ് തിയറി എന്താണ്, ക്ലാസ് സോഷ്യൽ ലേണിംഗ് തിയറി എന്താണ്, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം 2 വെയിറ്റേജിനിൽ സെപ്പറേറ്റും പ്രതീക്ഷിക്കാം. അപ്പോൾ ആ രീതിയിൽ ലേണിംഗ് തിയറി നോക്കാം കേട്ടോ. ദെൻ അതിനുശേഷം നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കിലോട്ടാണ് പോകാനുള്ള മോട്ടിവേഷൻ തിയറി. കഴിഞ്ഞ പ്രാവശ്യം SI ചോദിച്ചതാണ്. മോട്ടിവേഷൻ, തിയറീസ് ഓഫ് മോട്ടിവേഷൻ പല ക്വസ്റ്റ്യൻ പേപ്പറിലും SAക്ക് വരും, അതല്ലെങ്കിൽ അത് 3 വെയിറ്റേജിനും പ്രതീക്ഷിക്കുകയും ചെയ്യാം. നിർബന്ധമായും പഠിച്ചിരിക്കണം. മാസ്ലോന്റെ നീഡ് ഹൈറാർക്കി തിയറി, ഹെഴ്സ്ബർഗിന്റെ 2 ഫാക്ടർ തിയറി, അങ്ങനെ പല കോൺട്രിബ്യൂഷൻസ് മെഗ്ലലൻഡിന് ഉണ്ട്. ദെൻ തിയറി XY ഉണ്ട്. അപ്പോൾ മോട്ടിവേഷൻ തിയറീസ് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് മോട്ടിവേഷൻ. റിപ്പീറ്റ് ചോദ്യമാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇത് വന്നിട്ടുണ്ട്. ദെൻ നോൺ ഫിനാൻഷ്യൽ മോട്ടിവേഷൻ മെത്തേഡ്സ് നോക്കിയിരിക്കണം. ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സ്. അതിൽ നോൺ ഫിനാൻഷ്യലിൽ നമുക്ക് ജോബ് എൻലാർജ്മെൻറ്റ്, ജോബ് റൊട്ടേഷൻ, ജോബ് എൻറിച്ച്മെൻറ്റ് ഇതൊക്കെ കാണാം. അത് 2 വെയിറ്റേജിനെ നമുക്കിതിൽ ഏതെങ്കിലും ഒരെണ്ണം പ്രതീക്ഷിക്കാം. ആ രീതിയിൽ പഠിക്കാം കേട്ടോ 2 വെയിറ്റേജിൻ്റെ. പിന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് ബിഹേവിയറൽ ആസ്പെക്ട്സ് ടു കൺട്രോൾ ആണ്. പെർഫോമൻസ് മാനേജ്മെൻറ്റ് എന്താണെന്നുള്ളത് അതിനായിട്ട് മുമ്പ് കേട്ടോ, അത് ജസ്റ്റ് ഒന്ന് നോക്കാം. പിന്നെ റെസിസ്റ്റൻസ് ടു കൺട്രോൾ എന്താണ് 2 വെയിറ്റേജ് ചോദ്യം. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ മോട്ടിവേഷൻ ആണ്. മോട്ടിവേഷൻ തിയറി, അതുപോലെ തന്നെ ആട്രിബ്യൂഷൻ തിയറി എന്താണ് നോക്കി വയ്ക്കുക. പിന്നെ പെർഫോമൻസ് മാനേജ്മെൻറ്റ് ഞാൻ പറഞ്ഞു നോക്കണം. ദെൻ പെർസെപ്ഷനെ പറ്റിയിട്ടുള്ള ബേസിക് കാര്യങ്ങൾ, ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഒരു SA 2 വെയിറ്റേജ് ഒരെണ്ണം, 3 വെയിറ്റേജും നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. മൂവിങ് ടു മൊഡ്യൂൾ നമ്പർ 3, പേഴ്സണാലിറ്റി. ഇതും നമുക്ക് എന്താണ് 2 വെയിറ്റേജ് ചോദ്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന ഒരു ചാപ്റ്ററാണ്.
എന്താണ് പേഴ്സണാലിറ്റി നോക്കണം. ദെൻ പേഴ്സണാലിറ്റി തിയറീസിൽ ഏതെങ്കിലും ഒരെണ്ണം സാധാരണ 2 വെയിറ്റേജിൻ്റെ വരാറുണ്ട്. ഇപ്പോൾ ട്രൈഡ്സ് തിയറി എന്താണ്, ഫ്രൂട്ട് തിയറി എന്താണ്, അങ്ങനെയാണ് നമ്മൾ സാധാരണ കണ്ടുവരാറ്. പിന്നെ മേജർ പേഴ്സണാലിറ്റി ആട്രിബ്യൂട്ട്സിൽ ലോക്കസ് ഓഫ് കൺട്രോൾ, അങ്ങനെ സെൽഫ് എസ്റ്റീം, ഇതൊക്കെ 2 വെയിറ്റേജിൻ്റെയിലാണ് കണ്ടുവരുന്നത്. ആ രീതിയിൽ നിങ്ങൾ പഠിച്ചാൽ മതി കേട്ടോ. അതുപോലെ തന്നെ താഴെ ആറ്റിറ്റ്യൂഡ്, വാല്യൂ, ജോബ് സാറ്റിസ്ഫാക്ഷൻ, എന്താണ് ആറ്റിറ്റ്യൂഡ്, എന്താണ് വാല്യൂ, അങ്ങനെയാണ് ചോദിച്ചു വരാറ്. അതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു ടോപ്പിക്കാണ് എത്തിക്കൽ ഇഷ്യൂസ് ഇൻ OB. നമുക്ക് 3 വെയിറ്റേജിൽ പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന ഒരു ടോപ്പിക്കാണ് എത്തിക്കൽ ഇഷ്യൂസ് ഇൻ OB. ദെൻ നെക്സ്റ്റ് കോൺസിക്വൻസസ് ഓഫ് മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലംസ് ഇൻ ദി വർക്ക് പ്ലേസ്. 3 വെയിറ്റേജ് ചോദ്യമാണ് കോൺസിക്വൻസസ്. അതിൽ കൗൺസിലിംഗ് ഉണ്ട്, റോൾ ഓഫ് കൗൺസിലിംഗ് ഉണ്ട്, നോക്കി വയ്ക്കാം. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് സാധാരണ കൂടുതൽ 2 വെയിറ്റേജും 3 വെയിറ്റേജും ചോദ്യങ്ങളാണ് കണ്ടുവരാറ്. ഞാൻ പറഞ്ഞു പേഴ്സണാലിറ്റി എന്താണ്, അതുപോലെ തന്നെ എത്തിക്കൽ ഇഷ്യൂസ് OBയുടെ, പിന്നെ ഈ പറഞ്ഞ എന്താണ് കൗൺസിലിങ്ങിൻ്റെ കാര്യം നോക്കാൻ പറഞ്ഞു. ആബ്സെൻറ്റിസം സെപ്പറേറ്റ് എടുത്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള 1-2 ടോപ്പിക്കിലോട്ടാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. ദെൻ നെക്സ്റ്റ് മൊഡ്യൂൾ നമ്പർ 4ലോട്ടാണ് പോകേണ്ടത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു മൊഡ്യൂൾ essay 2 വെയിറ്റേജ് 3 വെയിറ്റേജ് 3 പാർട്ടിലും പ്രതീക്ഷിക്കാം ഈ ചാപ്റ്ററിൽ നിന്ന് ചോദ്യങ്ങൾ. മൊഡ്യൂൾ നമ്പർ 2 കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൊഡ്യൂൾ നമ്പർ 4 ആണ്. ഓക്കെ, 2 essay വരെ പ്രതീക്ഷിക്കാം. അപ്പോൾ ആദ്യം ഗ്രൂപ്പ് ഡൈനാമിക്സ് എന്താണ് എന്നുള്ളതാണ്. ഗ്രൂപ്പ് എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്രൂപ്പ് essayക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. റിപ്പീറ്റ് ചോദ്യമാണ്, നിർബന്ധമായും പഠിച്ചിരിക്കണം. ഗ്രൂപ്പ് എന്താണ്, ഗ്രൂപ്പ് ഡൈനാമിക്സ് എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്രൂപ്പ്, റിപ്പീറ്റ് ചോദ്യമാണ്, ഞാൻ പറഞ്ഞു essayക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ സെൽഫ് എസ്റ്റീം എന്താണ്, റീസൺസ് ഫോർ ജോയിനിങ് എ ഗ്രൂപ്പിലുള്ളതാണ് നോക്കണം. ദെൻ സ്റ്റേജസ് ഓഫ് ഗ്രൂപ്പ് ഡെവലപ്മെൻറ്റ് നോക്കണം. ഗ്രൂപ്പ് ഡൈനാമിക്സ് നോക്കാൻ ഞാൻ പറഞ്ഞു ചോദിക്കും. ദെൻ ഗ്രൂപ്പ് നോംസ് 2 വെയിറ്റേജ് ചോദ്യം. ഗ്രൂപ്പ് നോംസ് എന്താണെന്ന് ചോദിക്കാറുള്ളതാണ്. ഇതൊക്കെയാണ്. പിന്നെ നെക്സ്റ്റ് 3 വെയിറ്റേജിൻ്റെ ടീം മാനേജ്മെൻറ്റ് എന്താണ്, കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ടീം മാനേജ്മെൻറ്റ് നമുക്ക് 3 വെയിറ്റേജിൻ്റെ പ്രതീക്ഷിക്കാം. ടീം ബിൽഡിംഗ് അതുപോലെ തന്നെ ഈ പറയുന്ന 3 വെയിറ്റേജിൻ്റെ ചോദിക്കാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ 2ലും എന്താണ് ടീം ബിൽഡിംഗ് എന്നുള്ളത് ചോദിക്കാറുണ്ട്. നിർബന്ധമായി നോക്കി വയ്ക്കുക. സ്റ്റെപ്സ് ഇൻ ടീം മാനേജ്മെൻറ്റ്. അപ്പോൾ ആദ്യം പറഞ്ഞ ആ ഏരിയാസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. ടീം, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്രൂപ്പ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്രൂപ്പ്, ഗ്രൂപ്പ് ഡൈനാമിക്സ്, ടീം മാനേജ്മെൻറ്റ്, ഇതൊക്കെ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. 2 വെയിറ്റേജ് മറ്റൊരു ചോദ്യം ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ്. എന്താണ് ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ്? ദെൻ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് 3 വെയിറ്റേജ് ചോദ്യം. നെക്സ്റ്റ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ലീഡർഷിപ്പ്. കഴിഞ്ഞ പ്രാവശ്യം essayക്ക് ചോദിച്ചതാണ്, നമുക്ക് വീണ്ടും പ്രതീക്ഷിക്കാം. മോട്ടിവേഷൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന മറ്റൊരു റിപ്പീറ്റ് ചോദ്യമാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന്. ലീഡർഷിപ്പ് എന്താണ്, അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ്, അതിൻ്റെ ക്വാളിറ്റി, സ്റ്റൈൽസ് ഓഫ് ലീഡർഷിപ്പ് നിർബന്ധമായും പഠിച്ചിരിക്കണം. തിയറീസ് ഓഫ് ലീഡർഷിപ്പ് ഉണ്ട്. അപ്പോൾ ലീഡർഷിപ്പ് പരമാവധി എല്ലാതും കവർ ചെയ്യാൻ ശ്രമിക്കുക. ലീഡർഷിപ്പിൽ നിന്ന് essay മിക്ക പേപ്പറുകളിലും റിപ്പീറ്റ് ആയിട്ട് വരുന്നതാണ്. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഞാൻ പറഞ്ഞു റിപ്പീറ്റാണ്. ദെൻ നെക്സ്റ്റ് അതിൻ്റെ ഏറ്റവും അവസാനം നമുക്ക് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ചോദ്യം കാണാം. കമ്മ്യൂണിക്കേഷൻ, അതും essay ടോപ്പിക്കാണ്. എന്താണ് കമ്മ്യൂണിക്കേഷൻ, എലമെൻറ്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ ബാരിയേഴ്സ് ടു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. ഇത് നമുക്ക് 3 വെയിറ്റേജിലും പ്രതീക്ഷിക്കാം, essayക്കും പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ ചാപ്റ്റർ, ഫോർത്ത് മൊഡ്യൂൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2-3 essay ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാം. വന്നിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം. അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് പവർ എന്താന്നുള്ളതാണ്. പവർ ആൻഡ് പൊളിറ്റിക്സ് ഇൻ ഓർഗനൈസേഷൻ. പവർ എന്താന്ന് നോക്കുക, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും കാര്യങ്ങളുണ്ട്. സോഴ്സസ് ഓഫ് പവർ, ബേസിസ് ഓഫ് ഓർഗനൈസേഷണൽ പവർ, ഇതൊക്കെ നോക്കിയിരിക്കണം. നമുക്ക് 3 വെയിറ്റേജിൻ്റെ റിപ്പീറ്റ് ആയിട്ട് പ്രതീക്ഷിക്കാം. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. പവർ എന്താണ്, സോഴ്സസ് ഓഫ് പവർ, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, പവറിൻ്റെ സോഴ്സസ് പലപ്പോഴും 3 വെയിറ്റേജ് ചോദിക്കാറുണ്ട്. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും കാര്യങ്ങളും നോക്കിയിരിക്കണം. അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് കോൺഫ്ലിക്റ്റ് ആണ്. 2 വെയിറ്റേജിന് ചോദിക്കാറുണ്ടാണ് കോൺഫ്ലിക്റ്റ് എന്താണ്. ദെൻ കോൺഫ്ലിക്റ്റിൻ്റെ പ്രോസസ്സ് ഉണ്ട്. കോസസ് ഓഫ് ഇൻ്റർ ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റ് 3 വെയിറ്റേജിന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ,
ദെൻ മാനേജ്മെന്റ് ചേഞ്ച് എന്താണ്? റെസിസ്റ്റൻസ് ടു ചേഞ്ച്. നമുക്ക് 288 വരാറുള്ളതാണ്. മാനേജ്മെന്റ് ചേഞ്ച്, റെസിസ്റ്റൻസ് ടു ചേഞ്ച്. റെസിസ്റ്റൻസ് ടു ചേഞ്ചിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യം വരാറുണ്ട്. നിർബന്ധമായി നോക്കിയിരിക്കണം, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. റിപ്പീറ്റ് ചോദ്യമാണ് കേട്ടോ. റെസിസ്റ്റൻസ് ടു ചേഞ്ച് ഒരു 2-3 പേപ്പറിൽ നമ്മൾ കണ്ടുവന്നിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നോക്കണം കേട്ടോ. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ഇത് നമുക്കിതിലുള്ള. അപ്പോൾ ഈ 5 മൊഡ്യൂളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൊഡ്യൂളാണ് മൊഡ്യൂൾ നമ്പർ 4. മൊഡ്യൂൾ നമ്പർ 4 റിപ്പീറ്റ് ആയിട്ട് ഇതൊക്കെയാ ലീഡർഷിപ്പ്, അതുപോലെ തന്നെ ഗ്രൂപ്പ്, കമ്മ്യൂണിക്കേഷൻ. ഇത് 3ഉം കഴിഞ്ഞ പ്രാവശ്യം SAക്ക് ചോദിച്ചതാണ്. ഈ ഒരൊറ്റ മൊഡ്യൂളിൽ നിന്ന് 3 essay വന്നേ. ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ, ഗ്രൂപ്പ്, അതുപോലെ തന്നെ പവർ, അതിൻ്റെ സോഴ്സസ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, റെസിസ്റ്റൻസ് ടു ചേഞ്ച്, മാനേജ്മെന്റ് ടു ചേഞ്ച്, കോൺഫ്ലിക്റ്റ്, ഗ്രൂപ്പ് ഡൈനാമിക്സ്, ദെൻ എന്താണ് ടീം എന്താണ് പറഞ്ഞ പെർഫോമൻസ് മെഷർമെന്റിലല്ലോ അതിനായിട്ട് മുമ്പ് ടീം മാനേജ്മെന്റ് എന്താന്നുള്ള ടോപ്പിക്ക്, അതും എക്സാമിന് ചോദിച്ചതാണ്. ടീം മാനേജ്മെന്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രത്തോളം ചോദ്യങ്ങൾ മൊഡ്യൂൾ നമ്പർ 4 നിന്ന് വന്നിട്ടുണ്ട്. 5 മൊഡ്യൂളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൊഡ്യൂൾ, അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു മൊഡ്യൂൾ എന്ന് പറയുന്നത് മൊഡ്യൂൾ നമ്പർ 4 ആണ്. അപ്പോൾ 2ഉം 4ഉം ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൊഡ്യൂൾസ് കേട്ടോ. ഓക്കെ, മൂവിങ് ടു മൊഡ്യൂൾ നമ്പർ 5. അതിൽ നിന്ന് സാധാരണ 2 വെയിറ്റേജ് 3 വെയിറ്റേജ് ചോദ്യങ്ങളാണ് കണ്ടുവന്നിട്ടുള്ളത്. ഓർഗനൈസേഷണൽ കൾച്ചർ ആൻഡ് ഓർഗനൈസേഷണൽ ഡെവലപ്മെന്റ്. എന്താണ് ഓർഗനൈസേഷണൽ കൾച്ചർ? അതിൻ്റെ റോള് നോക്കി വയ്ക്കുക. അതുപോലെ തന്നെ ഓർഗനൈസേഷണൽ ഡെവലപ്മെന്റ്, അതിൻ്റെ ഫീച്ചേഴ്സ് നോക്കി വയ്ക്കുക. ഇതൊക്കെ 2 വെയിറ്റേജ് 3 വെയിറ്റേജിലുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. ദെൻ ട്രാൻസാക്ഷണൽ അനാലിസിസ് എന്താണ്? 2 വെയിറ്റേജ് ചോദ്യമാണ് ട്രാൻസാക്ഷണൽ അനാലിസിസ് ചോദിക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് അതിലുള്ള 2 വെയിറ്റേജ് 3 വെയിറ്റേജ് ചോദ്യങ്ങൾ മാത്രം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ പഠിക്കുമ്പോൾ നിങ്ങൾ 2ാമത്തെ മൊഡ്യൂളും അതുപോലെ തന്നെ 4ാമത്തെ മൊഡ്യൂളും ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുക. 4 essay ഈ 2 മൊഡ്യൂളും കൂടിയിട്ടാണ് വരാറ്. സെക്കൻഡ് മൊഡ്യൂളും അതുപോലെ തന്നെ ഈ പറഞ്ഞ 4th മൊഡ്യൂളും. ദെൻ എന്താണ് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചു നടന്നൊരു ടോപ്പിക്കാണ് പ്ലാനിങ്. എന്താണ് പ്ലാനിങ്? പ്രിമൈസസ്, അതിൻ്റെ പർപ്പസും കാര്യങ്ങളും. അപ്പോൾ പ്ലാനിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ചോദ്യം റിപ്പീറ്റ് ആയിട്ട് വരാം. SAക്കും ചോദിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ 3 വെയിറ്റേജ് 2 വെയിറ്റേജിനൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. പ്ലാനിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ബേസിക് കാര്യങ്ങൾ നമ്മൾ ഡിഗ്രിക്ക് പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. പ്ലാനിങ്, അതിൻ്റെ പർപ്പസ്, സ്റ്റെപ്പുകൾ, ഓക്കെ, കൺട്രോളിങ്ങിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ബേസിക് കാര്യങ്ങളാണ്. ഇതൊക്കെ നോക്കി വയ്ക്കുക കേട്ടോ. മാനേജ്മെന്റ് ഫങ്ഷൻസിലെ പ്ലാനിങ്ങും കൺട്രോളിങ്ങും അഡീഷണൽ ആയിട്ട് എന്തായാലും ഫോക്കസ് ചെയ്ത് വെച്ചിരിക്കണം. സോ ദാറ്റ്സ് അബൌട്ട് നമ്മുടെ ഈ ഒരു സബ്ജക്റ്റിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ പുതിയതായിട്ടുണ്ടെങ്കിലും ട്രഡീഷണൽ ഏരിയാസിലോട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്ത് ആദ്യം പഠനം അവസാനിപ്പിക്കുക. അതിനുശേഷം ബാക്കിയുള്ള ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന കുട്ടികൾ എങ്ങനെ മോട്ടിവേഷൻ, ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ, പിന്നെ SAക്ക് ഗ്രൂപ്പ് ഡൈനാമിക്സ്, പ്ലാനിങ്, കൺട്രോളിങ്, ഇതൊക്കെ സെപ്പറേറ്റ് എടുത്ത് നോക്കി വയ്ക്കണം. ദെൻ ഈ പറഞ്ഞ ടീം മാനേജ്മെന്റ്, ഗ്രൂപ്പ് ഡൈനാമിക്സ്, അഡീഷണൽ ആയിട്ട് വരുന്ന കുറേ ഏരിയ, പിന്നെ മാനേജ്മെന്റിന്റെ ബേസിക് കാര്യങ്ങൾ, FW ടൈലറിന്റെ കാര്യം, കമ്മ്യൂണിക്കേഷനിൽ തന്നെ ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനൊക്കെ എടുത്ത് പഠിക്കേണ്ടതാണ്. ഓക്കെ, പിന്നെ OB, അതിൻ്റെ ബേസിക് ചലഞ്ചസ്, അതിൻ്റെ നീഡ്, ഫങ്ഷൻസ്, ആ കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് അപ്രോച്ച് വേണ്ടത്. സോ നമ്മളിപ്പോൾ 5 സബ്ജക്ട്സിൻ്റെയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. നിങ്ങളപ്പോൾ സ്മാർട്ട് സ്റ്റഡിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. കുറച്ച് ദിവസമാണ് നമ്മുടെ മുമ്പിലുള്ള, നല്ല രീതിയിൽ പഠിക്കണം. പ്രോബ്ലം പേപ്പേഴ്സിന് കുറച്ചും കൂടി കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. നമ്മുടെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. കുറച്ച് സമയം കൊണ്ട് തന്നെ മൊത്തം സബ്ജക്റ്റ് നമുക്ക് നല്ല രീതിയിൽ പഠിച്ച് അവസാനിപ്പിക്കാൻ സാധിക്കും കേട്ടോ. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.